കുഞ്ഞു കുഞ്ഞാ രാവിലെ തന്നെ ഞങ്ങൾ കൊച്ചു ടി വിയിലാണ് അല്ലേ? ഇന്നേ ഏട്ടനൊക്കെ മലക്കിമാലയിടാൻ പോവട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് പുഴയിൽ പോയി, സത്രങ്കാവ് പുഴയിൽ പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. മുക്കി കുളിച്ചിട്ട് വന്ന് സത്രങ്കാവ് പുഴയിൽ പോയിട്ട് ലച്ചു രാവിലെ ഞങ്ങൾ പോയി കുളി കഴിഞ്ഞ് തുണി തിരുമ്പി ഇട്ട് വന്നിട്ടാ. ഇനി തുണികളൊക്കെ തിരുമ്പണം. ഇപ്പം സമയം 7 മണി. ഇത് സമയം 7 മണിയായിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ഏകദേശം ഒന്നും ആയിട്ടില്ല. അടിക്കൽ തുടക്കൽ ഇതൊക്കെ തന്നെ. അച്ചു പോയി അവിടെ തറവാട്ടിക്ക്. ഈ കാവില്ലേ, ഈ കാവി കളറ് വരാൻ വേണ്ടിയിട്ടേ, ഈ ചുവപ്പ് കാവി നല്ല കളർ വന്നിട്ട് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല കളർ വന്നു. എവിടേക്കാടാ? എവിടേക്കാ? താഴേക്ക് പോണ്ട. എവിടേക്കാണ് താഴേക്കത്? ഒരു റൂമിക്ക് കട്ടിലില്ലല്ലോ, അപ്പോൾ ആ ഒരു റൂമിക്കുള്ള കട്ടിലുണ്ട്. എന്നാവൂട്ടോ. അമ്മ അമ്മ വിചാരിക്കുന്ന പോലത്തെ ബോക്സ് കട്ടിലല്ല കേട്ടോ അമ്മൂട്ടി. ബോക്സ് കട്ടിലുണ്ടാക്കണമെങ്കിൽ അച്ഛന് ഇപ്പോഴത്തെ ടൈറ്റിൽ പറ്റില്ല. അമ്മൂട്ടി അനിയേട്ടന് എല്ലാവർക്കും പണിയെടുക്കണോടത്ത് ചിലയിടത്തൊക്കെ വീട്ടിൽ ഈ ബോക്സ് കട്ടിലുണ്ടാക്കി കൊടുക്കും കേട്ടോ. നല്ല രസമാണ് കട്ടിൽ കാണാൻ. അടിയിൽ ബോക്സ് കട്ടിൽ പറഞ്ഞാൽ അലമാരക്കട്ടിൽ പോലെ തുണിയൊക്കെ ഇടാൻ അതിൽ പറ്റുകയും ചെയ്യും. നല്ല വലിപ്പൊക്കെ ആയിട്ട്. പിന്നെ രാജാവിൻ്റെ പോലെ നല്ല രസമാണ് കേട്ടോ കട്ടിൽ കാണാൻ. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു അങ്ങനത്തെ കട്ടിലുണ്ടാക്കാൻ. അപ്പോൾ ആ കട്ടിലുണ്ടാക്കണമെങ്കിൽ ഈ പ്ലൈവുഡും കാര്യം നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖേറ്റിന്ന് പുഴയ്ക്ക് വരുമ്പോൾ പറയാം ഞാൻ അവൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോല്ലേ ഞങ്ങൾക്ക് 2 പേർക്കും പേടി. ഇവിടെ വെള്ളം വെള്ളേ ഇല്ല. പിന്നെന്താ അവിടെ വറ്റോ? ഇത്രക്ക് വെള്ളം ഉണ്ട് കേട്ടോ. ഞാൻ 4:30 പോണം വിചാരിച്ചു. അപ്പൊ പിന്നെ ഇതായില്ല. 5 മണിയായപ്പോൾ ഞാൻ അനിയനെ വിളിച്ചു, പോവുക നമുക്ക് ചോദിച്ചിട്ട്. അപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇവർ വിചാരിച്ചേക്കണത് നമ്മളിപ്പോൾ ഇവിടെ നിന്നല്ലേ രാവിലെ ജിമ്മിന് പോവുക. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടാവുന്നു. പക്ഷേ അനിയൻ പറഞ്ഞു രാവിലെ നേരത്തെ പോകണം പറഞ്ഞിരുന്നു. ആൾക്കാർ ഇപ്പം നമ്മൾ ഇങ്ങനെ ഈ എന്താ പറയുക, കുളിച്ച് ശീലമില്ലാത്തത് കൊണ്ടേ, കുളിച്ച് ശീലമില്ലാത്ത പറഞ്ഞാൽ കേട്ടോ, പുഴയിലൊന്നും പോയിട്ട് കുളിച്ച് ശീലമില്ലാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ. ശീലമില്ലാത്തൊരു കുളിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കുളിച്ച് ശീലമില്ലാത്തൊരു കുളിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അറിയാം. അതെന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടാണെന്ന് പറയില്ല കേട്ടോ. ഞാൻ കാരണം ഞാൻ കുളിക്കും. ഓരോരുത്തർ രാത്രി 12 മണിക്ക് നീച്ച് കുളിക്കും അല്ലേ? അപ്പോൾ അമ്മ കുളിക്കണം കേട്ടോ. അമ്മ ഈ സംഭവം ഇവിടെ ഇട്ടത് നല്ലൊരു ഉപകാരം അല്ലേ? പക്ഷെ ഇത് കഴുകാനും ഭയങ്കര ബുദ്ധിമുട്ട്. എങ്ങനെ ഇങ്ങനെ ഇത് കഴുകാൻ പറ്റില്ലേ സോപ്പിട്ടിട്ട്? ചോറ് വയ്ക്കാം. ചോറ് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവ് അവിടെ ഉള്ളിൽ വെക്കാമല്ലോ, ചോറ് ഇവിടെ തീ കൂട്ടാം പോരെ? വെച്ചോളീന് ഏത് ഇന്നലെ എടുത്ത കുക്കർ ശരിക്കും ഈ വെള്ളം വാരാൻ വേണ്ടിയിട്ടുള്ള ആ സംഭവം എന്തായാലും വേഗം വാങ്ങണം അല്ലേ? ഈ അടുപ്പിൽ കുക്കർ വെക്കാൻ പറ്റും. ഓ, ആലു അടുപ്പിൽ കുക്കർ വെക്കാലോ. വീട്ടിലത്തെ അമ്മ ഫസ്റ്റ് പറഞ്ഞത് അതാണ്. ആലു അടുപ്പിൽ കുക്കർ വെക്കുക. നമ്മൾ വെച്ച് ശീലിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ അമ്മ പറയുന്നു അമ്മ കുക്കർ വെക്കാൻ പറ്റുന്നുള്ളത്. അപ്പം നമുക്കൊരു ദിവസം വെച്ച് നോക്കണം. ഞാൻ കുറച്ച് ചാണകം കൂടി ഇവിടെ തളിക്കട്ടെ. എൻ്റെ ചെരുപ്പ് കണ്ടോ, ഇത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ചെരുപ്പാട്ടോ. ഇതെന്താ ഈ പാത്രമൊക്കെ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടി വാങ്ങിയ ചെരുപ്പാണ്. എന്നിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ള ഇതൊക്കെ പോയി.
എന്താ സുമന്യ പാമ്പിനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകണ്? പാമ്പിന് കിട്ടിയോ? നീ കത്തിക്ക് കുറച്ച് മണ്ണെണ്ണ വെച്ചിട്ട് അതിൽ അതങ്ങനെ ഇട്ടോ, ആ കൊട്ടയോടെ ഇട്ടോ. ഇനി അതെടുക്കാൻ നിൽക്കണ്ട, അത് കൊട്ടയോടെ ഇട്ടോ. അതിലൊന്നുമില്ല, നമുക്ക് വേണ്ടത് ഒന്നുമില്ല അതിൽ. എന്തെങ്കിലും ഉണ്ടാവട്ടോ, നിനക്ക് വേണ്ട പൈസ വല്ലതും ഉണ്ടാവും നോക്കോ. കുറച്ചെങ്കിലും ചാണകം തളിക്കണം കേട്ടോ മലയ്ക്ക് മലയിടുമ്പോൾ. ഇവിടെ ഈ നാട്ടിൻപുറത്തത്തെ ഓരോ രീതികളാണ്, അത് നമ്മൾ ഇപ്പോഴും പാലിച്ച് വരണ്ടേ അല്ലേട്ടാ. ചൊട്ടയിലെ ശീലം ചുടല വരെ. പണ്ടൊക്കെ എൻ്റെ അച്ഛമ്മയൊക്കെ ഉള്ള സമയത്തില്ലേ, ഈ തുടയ്ക്കുന്ന സമയത്തൊക്കെ തുള്ളി ചാണകം തേക്കിയായിരുന്നു ഇടുമായിരുന്നു നമുക്കിങ്ങനെ. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ശുദ്ധി അത്ര ഈ ചാണകത്തിന്. അത് ശരി കേട്ടോ, അത് ശരിയാണ്. നമ്മൾ ഗണപതി ഹോമത്തിനൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, ഗോമൂത്രം വേണം. ചെയ്യലുണ്ട്. അല്ല വീടിനുള്ളിൽ കൂടെ നാക്കണ്ട അറിയാം. ഒരു നുള്ള ഇടൂ, ആ സത്യത്തിനാണ് ഇടുക, അല്ലട ഒരു പിടിയൊന്നും എടുത്തില്ല. അയ്യേ, അന്നൊക്കെ ചാണകം തളിക്കുന്ന വീടല്ലേ ഏട്ടാ. എന്താ വെയിലൊന്നും കാണാത്ത? 7 മണിയാകുമ്പോഴേക്ക് വെയിലിറക്കിയോ? എനിക്ക് വന്നിട്ടുണ്ട്. ഇല്ലമ്മ, സൂര്യൻ വന്നു. അമ്മേ എന്താ വെള്ള കളർ? കത്തിക്ക് മണ്ണെണ്ണ തുള്ളി ഒഴിക്ക് പെണ്ണേ. മണ്ണെണ്ണ വെക്കട്ടോ. മണ്ണെണ്ണക്ക് അല്ലെങ്കിൽ ആകെ 3 മാസം കൂടുമ്പോൾ 1 ലിറ്റർ കിട്ടും. ഇല വെട്ട ഇല അവരെന്തൊക്കെയോ ചെയ്തായിരുന്നു അതിൽ. പൊന്നൂസൊക്കെ എന്തൊക്കെയോ ചെയ്തായിരുന്നു. അതിന് പശയുടെ ഡപ്പൊക്കെ അവിടെ വെച്ചിട്ട് അതിൻ്റെ മേലെ കയറുന്നുണ്ട് പൊന്ന്. ഇനി വേണോ വലുത്? അതിൽ തകയുണ്ടാവില്ല. ഇരുന്ന് ആ ചേനച്ചട്ടി എടുക്കുന്ന കേട്ടോ വലുത്. അത് ഗ്യാസിൽ വെച്ചോളിയമ്മ. അത് ചൂടായി കഴിഞ്ഞാൽ വേഗം എന്താവേ ഇതില് ചിലപ്പോ നേരെ പോരെ. ഇതിലേ ഇത് ചിലപ്പോ കൊള്ളൊന്നും കത്തിക്കേണ്ടില്ല, അല്ലാണ്ട് കത്തും. ഇത് തന്നെ അത് ആ മറ്റേല് വേഗം ഉണ്ടാക്കിയാലോ ഗ്യാസിൽ പറഞ്ഞിട്ടാണ്. അത് വറുത്ത് കഴിഞ്ഞ് വെള്ളം വെച്ചാപ്പയ്ക്കും വെള്ളം വെക്കാം അവിടെ പോരെ. ഇവിടെ വെള്ളം വെച്ചാൽ പോരെ. അത് നല്ല കനുണ്ട്. മറ്റേ പൊട്ടിച്ചോട്ടില്ലേ ഒരു കൊള്ളിയാണ്ട് വെക്കരി. മറ്റേ ചോള റവ. എന്താട്ടാ മണ്ണെണ്ണ വിളക്കിൽ മണ്ണെണ്ണ ഒഴിക്കുന്നത് ഇപ്പൊ കാണാൻ കിട്ടാത്തൊരു കാര്യമാണല്ലേ. മണ്ണെണ്ണയെ കാണാൻ കിട്ടാത്താണ്. എന്താ അടുപ്പിൽ മണ്ണെണ്ണയൊക്കെ പാടില്ല അറിയട്ടോ. ഇനി മണ്ണെണ്ണ വിളക്ക് കൊളുത്തണം എന്നാ അറിയാം. പക്ഷെ ചില സമയത്ത് നമ്മുടെ കയ്യിൽ
പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടാ. എന്താണെന്നറിയാം, പറയാതിരിക്കാൻ പറ്റില്ലേ? അതല്ല അറിയണത്. ഓ ആരാ വെച്ച് അതന്നെ, അത് ചില്ലറ പൈസ വേണം പറ. ഇല്ലേ, അപ്പം അച്ഛനെ ഇല്ലയെന്നല്ലേ പറഞ്ഞത്. ദക്ഷിണ കൊടുക്കാൻ പൈസ ഇല്ല പറ. ഈ ഗൂഗിൾ പേ ആയതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാച്ചിട്ടാ. മനുഷ്യനൊരു എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് 200 രൂപ. ചില്ലറ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് കടയിൽ കൊണ്ട് മിഠായി വാങ്ങുന്ന ജ്യൂസ് അത് നല്ല തല്ല് കിട്ടാണ്ടാണ്. എന്താ ചെയ്യുന്നത്? അമ്മ രണ്ടും ഒരേ കുപ്പിയിലിട്ടിട്ട് എണ്ണയുടെ കളർ രണ്ടും ഒരേപോലത്തെ കളറാ. അതുകൊണ്ട് ഏതാണ് വെളിച്ചെണ്ണ ഏതാണ് ഇതെന്ന് അറിയാതെ പിന്നെ നമ്മൾ എടുത്തിട്ടുമില്ല. എന്നാലും ആ പോക്കോണ് വറക്കാനാണ് എടുത്തേക്കണം. വെളിച്ചെണ്ണ പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ഒഴിച്ചുകൂടി മണം കണ്ട അറിയുന്നുണ്ട്. എന്ത് വെളിച്ചെണ്ണ മണത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് എന്താ രണ്ടും ഒരേപോലെ കേട്ടോ. ഈ നമ്മുടെ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും ഒരു കടുക് കുറച്ചും കൂടി വേണ്ട. ഇത് ചെറുപയർ ഇതാ. വേഗം വരും ഞങ്ങളെ. ഞാനിങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും തീ കെട്ടി. എന്നോടെന്താ ഈ തീന് ഇത്ര ഇത് മാറ്റട്ടെ അല്ലേ. ചുക്കുള്ളത് അവിടെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാറ്റിക്കോ. കൈക്കിലെ തുണി ചൂടായത് അതിപ്പോൾ കുറേ നമ്മളിപ്പോൾ 2 പ്രാവശ്യമല്ലേ ആകെ തീ കത്തിച്ചിട്ടുള്ളൂ. അതാ തോന്നുന്നുണ്ട്. കത്താൻ വൈകിട്ടുണ്ടെങ്കിൽ അതിൽ ഇതായിട്ടായി ഏറെതായിട്ടായിരിക്കും കത്തുന്നു. മഴ കഴിഞ്ഞ അടിയിൽ അവിടെ ഇതാ അമ്മയ്ക്കിനി ഒരു തപ്പൽ വരും 2 ദിവസം. ഇതൊക്കെ അവിടെ നമ്മൾ വെച്ചിട്ട് മാറ്റി തന്നോളൂ. എന്തേട്ടാ അമ്മ മാറ്റി തന്നോളും. നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിന്നിരുന്നത്. എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കണില്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സാമിശരണമാവുമ്പോൾ അപ്പം മുതൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നേ. അപ്പോൾ പിന്നെ എല്ലാവർക്കും നമുക്ക് ഇങ്ങോട്ട് മാറുകയും ചെയ്യാലോ എന്നുള്ളൊരു സന്തോഷമായ ഒരു കാര്യമല്ലേ ഏട്ടാ. കത്താൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അതിൽ കത്തിക്കട്ടെ, പൈപ്പിൽ കത്തിക്കുക. ഞാൻ കത്തിച്ചോളാം. ഞാൻ കത്തിച്ചിട്ടുണ്ടായില്ലേ. ഇല്ല, ഇത് ഇങ്ങനെ ബുദ്ധിമുട്ട് വരില്ല. മറ്റേ സാധനമാണെങ്കിൽ എയർ കുടിക്കഴിഞ്ഞാൽ നേരെ കാറ്റ് വലിക്കും, അപ്പോൾ വേഗം കത്തിക്കോളും. സംഭവം ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അതിനർത്ഥം അതാണ്, അതിൽ എയർ ഉണ്ടെന്നാണ്. എന്താണെന്നറിയോ, തീ ഒന്ന് പട്ടേന്ന് കത്തിപ്പിടിച്ചാൽ ഇത്രയേ ഉള്ളൂ പണിയിട്ടാ. അതിൻ്റെ ഉള്ളിൽ എങ്ങാനും കാറ്റ് ഏറെ നിൽക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വലിക്കില്ല. ഒരു ചെറിയ കഷ്ണം പേപ്പർ കത്തിച്ചേക്കും, ഒരു പേപ്പർ ഇട്ട് കത്തിച്ചാൽ റെഡി. ഞാൻ നിറക്കണ്ടായില്ലേ, പട്ട കത്തട്ടെ വിചാരിച്ചിട്ടാണ്. അല്ല വേറെ ഒരു കഷ്ണം വേറെ കിട്ടാൽ മതി. ഇനി അപ്പുറത്തേക്ക് കുറച്ച് വെള്ളം വയ്ക്കണം. അതിന് ചുക്കുവെള്ളം വെച്ചിട്ടല്ലേ അത് ചെയ്യുന്നത്. രാവിലെ ഉപ്പുമാവ്, സാമ്പാർ കഷ്ണങ്ങൾ സാമ്പാർ വയ്ക്കുക. ഏട്ടൻ കുട്ടികളെ മൂത്തൊക്കെ വെള്ളം ഒഴിക്കണ്ടേ. എന്താടി അപ്പം അവിടെ അത് മതി. സ്വാമിമാർക്ക് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ കൊടുക്കാൻ.
ഇത് കത്തിക്കിട്ടേ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വെച്ചതാണ്. തീ കത്തിട്ടോ. ഇനി നമ്മൾ എന്താ കിട്ടാത്ത ഇനി എന്താ ചെയ്യാ? ആ ഇതുണ്ടോ തൊടണ്ട പുള്ളുയി. ഏയ് രമ അധികം വിറകും വേണ്ട. ഏത് ഈ അടുപ്പിന് ഇത് ചുക്കുവെള്ളത്തിന് വെച്ചൊക്കെയല്ലേ, ചോറിന് വെക്കുന്ന സമയത്ത് ഇതിൽ ചോറും വെക്കാം, അതിൽ കൂട്ടാനും വെക്കാം അല്ലേ? അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടോ. അതാണ്ടോ അത് എടുക്കാൻ പറ്റണില്ല, കണ്ടില്ലേ ഡേർ കുടുങ്ങി. അപ്പം അതും കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞാലേ അത് നേരേക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. തുറന്ന മകനെ കണ്ടോ കിട്ടുന്നുണ്ട്. വേണ്ട കയ്യും പോകാവും. അപ്പം പൊട്ടിക്കണ്ടട്ടാ. അത് അവരോട് ചോദിച്ചു നോക്കാല്ലേ അതെന്താന്ന് ഇങ്ങനെ. അതെ പക്ഷെ ഇത് വേഗം കത്തിയിട്ടാ. ഉപ്പുമാവ് പഴം കഴിഞ്ഞില്ലേ? 1 കിലോനൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്താ ഉണ്ടാവുക അല്ലമ്മ? ചെറിയ പഴം പഴുത്ത് കേട് പോയി. ഇതിലാണ് ഇതൊക്കെ പഞ്ചസാര, മുളക് പൊടി, മല്ലി. മുളകും മല്ലിയാണ് വാങ്ങിയിരിക്കുന്നത്. മുളക് പൊടി മല്ലിപ്പൊടി അവിടെ ഉണ്ടല്ലോ പറഞ്ഞിട്ട്. ഈ സാമ്പാർ വയ്ക്കുമ്പോഴല്ലേ മുളകും മല്ലിയും കായ ഉലുവയൊക്കെ വറുത്തരച്ച് സാമ്പാർ വെച്ചാൽ നല്ലൊരു മണമാണ് അല്ലമ്മ? അമ്മിയും കൂടി അമ്മി വാങ്ങാൻ 6000 ഉറുപ്പിയുടെ അടുത്ത് വരുന്നുണ്ടേ. വില കമ്മിയാവും പറഞ്ഞു. അമ്മി വാങ്ങിയിട്ടില്ല. അതും അല്ല രസം. എടി എന്താ ഇതൊന്നുമില്ല അമ്മ. അത് ഇത് നമുക്ക് നാളെ ദോശ ഉണ്ടാക്കണം. ഇതൊന്നുമില്ല. ഇങ്ങനെ പിടിക്കുക, ഇതിലൊന്ന് അമർത്തുക. ഇങ്ങനെ ഇതിലെങ്ങനെ അമർത്തിയിട്ടില്ലേ അങ്ങനെ ഇങ്ങോട്ട് ആക്കിയതാണ്. കണ്ടോ അത്രയേ ഉള്ളൂ. മറ്റേത് നമ്മൾ എടുക്കണം, ഇങ്ങനെ അടിക്കണം ഒക്കെ ചെയ്യണ്ടേ. അതിനേക്കാളും സുഖമാണത് കേട്ടാ. ഇത് ഇതിൽ തന്നെ ഇതാവും. ഇത് പേടിക്കും വേണ്ട. ഗ്യാസും കുറ്റി പുറത്തായതും കൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. ജഗ് പുതിയ ജഗ്ഗാണ് വെള്ളം നിറച്ച് വെക്കാൻ. എന്താണെന്നറിയാം, നിങ്ങളെ പേടിയാണ്. നിങ്ങൾ ആ മേശപ്പുറത്ത് വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ എവിടെയാവും അറിയോ? അമ്മ അവിടത്തെ പോലെ കുറേ വിറക് ഇതിൽ കുത്തി വെക്കാൻ പറ്റില്ല. മറ്റേത് നമ്മുടെ അവിടെ അല്ലേ. ഇതാണ്ടോ ഈ 2 കൊള്ളി ഇട്ടതോടെ ഈ അടുപ്പ് കത്താനുള്ള വിറകായിട്ടോ. അപ്പോൾ ഇത് അഡീഷണൽ എന്താ വെച്ചാൽ കെടുമ്പയ്ക്ക് വെച്ചതാണ് ഞാൻ. നമ്മുടെ അവിടുത്തെ വീട്ടിൽ എൻ്റെ അപ്പോൾ എത്ര വിറക് വേണം പറഞ്ഞിട്ട് എന്താ കുറച്ച് റബ്ബർ തൊടി പോയിട്ട് വിറക് നമുക്കൊന്നുമില്ലേ. പുറത്തരച്ച് സാമ്പാർ വെക്കണം, പേരി ഉണ്ടാക്കണം, പപ്പടം കാച്ചണം, പിന്നെ എന്തൊക്കെ ചെയ്യണം അല്ലേ. ഞങ്ങൾ ആക്രാന്തം പിടിക്കണ്ട കുഞ്ചു ചേട്ടാ. അവന് ആക്രാന്തായിരുന്നു മാലയിടാൻ വേണ്ടിയിട്ടേ. ഇവർക്കല്ലേ ഇതാ അതിലുണ്ടേ. കഴിക്കാൻ പറ്റുന്നത് പലഹാരം കഴിക്കാൻ പറ്റുന്നത് കാരണം അധികം കൊണ്ടിരിക്കാത്തത്
ഇതിൽ കഴിക്കാമ്മ. ഇതാണ് പലഹാരമല്ല, ചോറും കഴിക്കും ഇതില് എന്താ ചില നമ്മൾ പുതിയതൊന്നും എടുക്കണില്ല. ആവശ്യങ്ങൾ വരുമ്പോൾ എല്ലാ പുതിയ സാധനങ്ങളും എടുക്കും അല്ലേ? ആവശ്യമില്ലാണ്ട് നമ്മൾ എന്താ എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം? നീ ചായ വെക്കാനൊരു പാത്രം വേണ്ടേ? ഗ്ലാസ്സുകൾ വേണോ? ഗ്ലാസ്സുകൾ 5 പുതിയതുണ്ടല്ലോ. വേറെ കപ്പ് മതിയോ? കപ്പുകളൊക്കെ പിന്നെ എന്തിനായിട്ട് എടുത്തേക്കണേ? സ്റ്റീൽ ഗ്ലാസ്സുകളുണ്ട്. കപ്പുകളൊക്കെ എന്തിനാ എടുത്തേക്കണേ? അങ്ങനെ എടുത്തു വെക്കാൻ പാടില്ല ഒരു സാധനം ഇട്ടാ. വല്ലാത്ത കഷ്ടാണ്. ഇതുകൾ മതിയമ്മ. ഇതിൽ ചായ വെക്കണമെങ്കിലില്ലേ ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ഏത് ഇത് വേണമെങ്കിൽ ഇതെടുക്കാം. ഈ കുപ്പി പ്ലേറ്റ് വേണോ? അതിൽ 6 ഓ നമുക്കല്ലേ ഇത് ചോറുണ്ണാനും നല്ലതാണ്. 6 ഉണ്ട്. നല്ല ഭംഗിയല്ലേ? ഇതിപ്പോൾ തികയും തോന്നില്ല. കഞ്ഞി വേഗം വെക്കേണ്ടി വരില്ലേ? ഉപ്മാവേ ഇവരേ പോയിട്ട് മലയ്ക്ക് മാലയിട്ടിട്ട് വരുമ്പോഴേക്കും നേരം വഴുകും. നമുക്ക് എന്തായാലും ഈ കാസറോൾ ഇതിലില്ലേ, ഇത് നമ്മൾ കാണുമ്പോൾ നല്ല വലിയ പോലെ തോന്നില്ലേ? ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഓ കഴിക്കാൻ തരേ. തപ്പതിക്ക് വെക്കട്ടെ കേട്ടോ. എൻ്റെ കൈ ഇത് ബാലം താങ്ങണില്ല. കറിയൊക്കെ ആക്കി വയ്ക്കാം നമുക്ക് പലഹാരമൊക്കെ ആക്കി വയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി വലുത് വേണം അല്ലേ? ഇനി ഇത് നിങ്ങളെടുത്തോളൂ. അതിൻ്റെ അടപ്പെടുക്ക് ഇതുണ്ടാവും. ഇനി നമുക്കില്ലേ ഇങ്ങനെ ഓരോന്നാക്കണത് ഇങ്ങനെ ചെയ്യാം. കണ്ടില്ലേ? ഇവിടെ വെക്കട്ടെ. ഇതാ പോയിട്ട് വരൂ. അപ്പോൾ ഇതാ അവർക്ക് മക്കൾ കഴിക്കട്ടെ. ഇവർ കണ്ടോ കുട്ടികളൊന്നും പോയിട്ടാ. അച്ചുട്ടിക്ക് മെല്ലെ കളയല്ലേ ഭക്ഷണ സാധനങ്ങൾ. ചട്ടിയുണ്ടേ അതിൻ്റെ ഉള്ളിൽ. അത് അതിന് മയക്കിയിട്ടില്ല. മൺചട്ടി ഉണ്ട്. മൺചട്ടി 2 പടന്ന് പോയി വാങ്ങും വേണം. ഇനിയൊക്കെ മയക്കി വെച്ചോളൂ. ഇനിയൊക്കെ വേണ്ടിവരും. പിന്നിക്ക് നടക്കുമ്പോൾ നോക്കിക്കോളും അറിയാം. ചോറ് എന്തമ്മ പരിപ്പ് താഴ്ത്തിട്ട് പുതിയ മൺചട്ടി മയക്കണ്ടേ? അതെന്നെ പറഞ്ഞ മയക്കി വെച്ചോളൂന്നേ. മയക്കി വെച്ചില്ല. 3 മൺചട്ടി ഉണ്ട്. മൺചട്ടി വാങ്ങ. എന്താണ്ടോ ഇവിടെ നമ്മൾ ചോറ് ഊറ്റാനേ ആ സാധനം വാങ്ങി. പക്ഷേ സ്റ്റീലിൻ്റെ പാത്രം ആയതും കൊണ്ടില്ലേ വഴിക്ക് പോവുക തന്നെ കേട്ടോ. അതാ കൂട്ടാൻ വയ്ക്കാനതാ അടുപ്പിൽ വെച്ചു കേട്ടോ. ഇന്ന് ഇതിൽ വെക്കാൻ വിചാരിച്ചു. ആ ഉരുളിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവം. ഇതേപോലത്തെ ഒന്നും കൂടി നമുക്ക് വാങ്ങണല്ലേ? അവിടെ ഉണ്ട് കേട്ടോ എന്താ വീട്ടിൽ. പക്ഷെ അത് ചെറിയ ഉരുളികളാണ്. വലിയ ഉരുളികളൊന്നുമില്ല. ഇത്ര വലുതില്ല. ഇതിൽ നമുക്ക് എന്തും വേണമെങ്കിലും ഉണ്ടാക്കാം. നാൾ കണ്ടില്ലേ 2 ലിറ്റർ പാലെടുത്തിട്ട് പായസം വെച്ച്. അപ്പോഴും അത് സെറ്റായി നമുക്കൊരു നേരമൊക്കെ കഴിക്കാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ്. സാമ്പാർ വെക്കണ എന്താ കാണിക്കണില്ല കേട്ടാ.
അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.